കാർഗിൽ യുദ്ധത്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് നിർവഹിച്ച നിർണായക പങ്കിനെക്കുറിച്ച് നമുക്ക് അധികം പേർക്കും അറിയില്ല. ഓപ്പറേഷൻ സഫേദ് സാഗർ നമ്മൾ കണ്ടിരിക്കേണ്ട സീരീസാണോ? ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. നെറ്റ്ഫ്ലിക്സിലെ പുതിയ വാർ വെബ് സീരീസാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ വാർ. എന്താണ് ഓപ്പറേഷൻ സഫേദ് സാഗർ? 1999 കാർഗിൽ വാറിൽ ഇന്ത്യൻ എയർഫോഴ്സ് സൈന്യം നിർവഹിച്ച ഒരു പ്രധാന ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സഫേദ് സാഗർ. ഈ സീരീസ് ഒരു റിയൽ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വെബ് സീരീസാണ്. ഇതിന് ടോട്ടൽ 6 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇത് വെറും എയർക്രാഫ്റ്റുകളുടെയും മിസൈലുടെയും കഥയല്ല. ഓരോ മിഷന് പിന്നിലും ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. തിരിച്ചു വരുമോ എന്നറിയാതെ ഓരോ മിഷനും പുറപ്പെടുന്ന സൈനികനുണ്ട്, അല്ലെങ്കിൽ പൈലറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സീനുകൾ നമുക്ക് ഇമോഷണലി ടച്ച് ചെയ്യാം. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറഞ്ഞാൽ കിഡിലിനാണ്. ഇതിൻ്റെ വാർ സീൻസ് ആയാലും, അതുപോലെ എഫക്ട്സ് ആയാലും, ഡയറക്ഷൻ ആയാലും, മ്യൂസിക് ആയാലും, സൗണ്ട് ഡിസൈനിങ് ആയാലും എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ സിദ്ധാർത്ഥ് ആയാലും, ജിമ്മി ഷെർഗിൾ ആയാലും, ബാക്കി എല്ലാ ആക്ടേഴ്സ് ആയാലും ഇതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം, കാരണം ഇത് റിയൽ ഇൻസ്പയർഡ് മൂവി ആയതുകൊണ്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കാസ്റ്റിങ്ങും എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സഫേദ് സാഗർ ഒരു സാധാരണ വെബ് സീരീസ് പോലെ കാണേണ്ട ഒന്നല്ല. കാർഗിൽ യുദ്ധത്തിനെ മറ്റൊരു ആംഗിളിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. ഓപ്പറേഷൻ സഫേദ് സാഗർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാർഗിൽ യുദ്ധത്തിൽ മലയിൽ മാത്രമല്ല യുദ്ധം നടന്നത്, ആകാശത്ത് യുദ്ധം നടന്നിരുന്നു. ആ ആകാശ യുദ്ധ കഥയ്ക്ക് ഒരു കിഡിലൻ ട്രിബ്യൂട്ടാണ് ഈ വെബ് സീരീസ്. ഞാൻ ഈ വീഡിയോ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ധീര ജവാന്മാർക്കും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.